നമസ്കാരം. ഞാൻ നന്ദനംപിള്ള. എൻ്റെ 28ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് പ്രത്യേക സുരക്ഷാ മേഖലയിലെ കേരള പോലീസിൻ്റെ തരികിടകളെ പറ്റിയാണ്. ഈ അടുത്ത കാലത്ത് പോലീസ് ആസ്ഥാനത്തെ ഒരു ADGP ശബരിമലയ്ക്ക് മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കി എന്നും റിപ്പോർട്ടിൽ നടപടിയെടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും കേരള ഹൈക്കോടതി അതിനകത്ത് ഇടപെട്ടതായിട്ടൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുകയുണ്ടായി. എന്നാൽ പോലീസ് ആസ്ഥാനത്തിന് ഈ പ്രത്യേക സുരക്ഷാ മേഖലയിലെ ABCD അറിയില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുക. കാരണം പോലീസ് ആസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന കേരളത്തിലെ ഏക പോലീസ് സ്റ്റേഷൻ, എൻ്റയർ ഏരിയ, അതായത് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ മുഴുവൻ സ്ഥലവും പ്രത്യേക സുരക്ഷാ മേഖലയാണ്. ശബരിമലയ്ക്ക് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള പ്രത്യേക സുരക്ഷാ മേഖല എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമും പരിസര പ്രദേശങ്ങളുമാണ്. ഈ വനിതാ IPS ഉദ്യോഗസ്ഥ സ്വന്തം നിലയിൽ ഓർഡർ ഇട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ട ഓർഡറിൽ അവരുടെ ഒപ്പമാണ് കാണുന്നത്. ഈ വനിതാ IPS ഉദ്യോഗസ്ഥ സിനിമാക്കാരുമായിട്ടൊക്കെ അടുപ്പമുള്ള ഉദ്യോഗസ്ഥയാണ്. അവരുമായിട്ടൊക്കെ ചില ഫോട്ടോഷൂട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുള്ള ഉദ്യോഗസ്ഥ കൂടിയാണ്. ഒരു ദിവസം വൈകിട്ട് ഒരു സിനിമയുമൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ ഓഫീസിൽ വന്നിട്ട്, ഞങ്ങൾക്കിപ്പം മുല്ലപ്പെരിയാർ ഡാമിലേക്ക് പോകണം. ഞാൻ ചോദിച്ചു, എന്താണ് ആവശ്യം? അത് ഞങ്ങൾക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് അനുമതി കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അവിടെ സിനിമ ഷൂട്ട് ചെയ്യണം. 6:30 മണി ആയ സമയത്താണ് വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും 6:30 മണി സമയത്ത് ഫോറസ്റ്റും അങ്ങോട്ട് കടത്തിവിടില്ല അവരെ. ഞാനെന്തായാലും അവരുടെ ഓർഡറൊക്കെ വാങ്ങിച്ച് നോക്കി. അപ്പോൾ ഏതായാലും ഓർഡറുണ്ട്. നമ്മുടെ പോലീസ് സിസ്റ്റം, അവരുടെ കൈ ഫിസിക്കലായിട്ട് കോപ്പിയുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ പരിശോധിച്ചാലും നമുക്ക് അങ്ങനെ ഒരു ഓർഡർ ലഭിച്ചതായിട്ട് കണ്ടു. പ്രത്യേക സുരക്ഷാ മേഖലയിൽ ഒരു ഫിലിം ഷൂട്ടിങ്ങിന് ഏത് സാഹചര്യത്തിലാണ് അനുമതി കിട്ടിയെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ അപ്പോൾ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഇതിലൊരു ക്ലാരിഫിക്കേഷൻ വാങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെ അത് സാധാരണഗതിയിൽ അനുമതി കൊടുക്കുന്ന ഒരു സ്ഥലമല്ല. നിങ്ങൾ നാളെ ബന്ധപ്പെടാനായിട്ട് പറഞ്ഞു അവരോട്. പറഞ്ഞ് അവരെ മടക്കി അയച്ചു. എങ്കിൽ തന്നെ അവർ നിർബന്ധിച്ചു, ഇപ്പോൾ തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. എന്തായാലും ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനിതിലൊരു ക്ലാരിഫിക്കേഷൻ സംസ്ഥാന പോലീസ് മേധാവി കൊടുത്തു. അടിയന്തരമായി മറുപടി ലഭ്യമാക്കണം എന്ന് പറഞ്ഞാണ് കൊടുത്തത്. എന്തായാലും ഈ ഒപ്പിട്ട ഉദ്യോഗസ്ഥ പെട്ടെന്ന് തന്നെ ആ സീറ്റിൽ നിന്ന് മാറി അവർ ട്രാൻസ്ഫർ ആവുകയും ഇടുക്കി ജില്ലയിൽ മുൻ SP ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ സീറ്റിലേക്ക് ഈ പറയുന്ന ഒരു ദിവസത്തിനകം അങ്ങനൊരു മാറ്റം അവിടെ സംഭവിച്ചു. ആ ഉദ്യോഗസ്ഥനെ അറിയാമായിരുന്നത് പ്രത്യേക സുരക്ഷാ മേഖലയാണ്, ഫിലിം ഷൂട്ടിങ്ങിന് അനുമതി നൽകാവുന്ന സ്ഥലമല്ലാണെന്ന്. എന്തായാലും അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷൻ തന്നു. ആ ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ട് അറിയിച്ചു. ഞാൻ പറഞ്ഞത്, ഈ പ്രത്യേക സുരക്ഷാ മേഖല എന്താണെന്ന് ഇതിൻ്റെ ABCD അറിയാത്ത ആളുകളാണ് ഈ പോലീസ് ആസ്ഥാനത്തിരിക്കുന്നത്, നമ്പർ 1 കേരള പോലീസിൻ്റെ. ഇനി ഇതിൽ വളരെ തമാശയായ 1-2 കാര്യങ്ങളുണ്ട് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്. മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ ഏരിയ എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അതിന് കാരണം മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കേരളവും തമിഴ്നാടും തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലങ്ങളാണ്. എഗ്രിമെൻറ്റ് കാണാതെ സ്ഥലം ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി ആവശ്യപ്പെട്ട്, എനിക്ക് മുമ്പിരുന്ന പ്രഗത്ഭരൊന്നും അങ്ങനെ ഒരു ശ്രമം നടത്തിയില്ല, എനിക്ക് ശേഷം ഇരുന്നവരും നടത്തിയായിട്ട് തോന്നുന്നില്ല. 8/1/20 ഞാൻ ചാർജ് എടുത്ത് 1 മാസം കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു കത്ത് കൊടുത്തു. കാരണം ജൂറിസ്ഡിക്ഷൻ അറിയില്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷന് പ്രസക്തിയില്ല. 8/1/2020 ആഭ്യന്തര സെക്രട്ടറിക്ക് ഞാൻ ഒരു കത്ത് കൊടുത്തു. ഏതായാലും ശരി, ഞാനവിടെ പിന്നെ 4-4.5 കൊല്ലം ഇരുന്നെങ്കിൽ തന്നെ അതിനൊരു മറുപടി ഒന്നും തരാനായുള്ള ആ കോപ്പി തരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഇന്നതാണെന്ന് വ്യക്തമാക്കി പറയാനോ നമ്മുടെ നമ്പർ 1 കേരള പോലീസ് തയ്യാറായിട്ടില്ല. എന്തായാലും ഞാൻ ജൂറിസ്ഡിക്ഷൻ അറിയാതെ തന്നെ അവിടുന്ന് പെൻഷനായിട്ടുള്ളതുമാണ്.
ഞാനീ പറഞ്ഞത് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്താണെന്ന് പോലും അറിയാത്ത സ്ഥിതിയാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉള്ളത്. ഏതായാലും മുല്ലപ്പെരിയാറിൻ്റെ ജൂറിസ്ഡിക്ഷൻ, പിന്നെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ കോപ്പി കേരളത്തെ പൊതുജനങ്ങൾക്ക് അവൈലബിളാക്കി അറിയിക്കട്ടെ. ഇതൊരു പൊതു താല്പര്യമുള്ള വിഷയം കൂടിയാണ്. കാരണം ജൂറിസ്ഡിക്ഷന് അറിയാതെ ഒരു പോലീസ് സ്റ്റേഷന് പ്രവർത്തിക്കാൻ പോലും കഴിയില്ല. ഇനി മറ്റൊരു വിഷയം, പ്രത്യേക സുരക്ഷാ മേഖല അല്ലെങ്കിൽ അതീവ സുരക്ഷാ മേഖല എന്നൊക്കെ പറയുമ്പം പോലീസിന് അപ്പർ ഹാൻഡുള്ള സ്ഥലമാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാന പോലീസിലെ ഒരു IG, അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശ് എന്നാണ്, അദ്ദേഹം ഒരു അസാധാരണമായ ഉത്തരവിട്ടു. ആ ഉത്തരവ് മറ്റൊന്നുമല്ല, ഈ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ, അത് SHO ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ ഡാമിൻ്റെ ആ പോലീസ് സ്റ്റേഷൻ്റെ ഏരിയയിൽപ്പെട്ട ഡാമിൽ പ്രവേശിക്കണമെങ്കിൽ, ഡാമിൻ്റെ സ്ഥലവും കഴിഞ്ഞുള്ള പ്രദേശങ്ങളിലേക്ക് പോകണമെങ്കിൽ ഫോറസ്റ്റ് വകുപ്പിൻ്റെ അനുമതി വാങ്ങണം. ഈ ലോക പോലീസിൽ ഇങ്ങനെ സംവിധാനം കാണത്തിന്. പോലീസിന് ഈ ലോകത്ത് അവരുടെ ജൂറിസ്ഡിക്ഷനിൽപ്പെട്ട സ്ഥലങ്ങളിൽ പോകാനായിട്ട് മറ്റൊരു വകുപ്പിൻ്റെ അനുമതി വാങ്ങണമെന്ന് ഉത്തരവിടാനുള്ള അസാധാരണമായ തൊലിക്കട്ടിയുള്ള IPS ഉള്ള നാടാണിത്. അപ്പോൾ ഞാൻ ഇത് നിയമവിരുദ്ധമാണ് അവിടെ. കാരണം അവിടെ ആരെങ്കിലും ഡെഡ് ബോഡി കാണുകയോ ആരെങ്കിലും മരിച്ചു കിടക്കുകയോ ചെയ്താൽ ഈ പറയുന്ന ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ എവിടെയായാലും പോലീസിനാണ് ജൂറിസ്ഡിക്ഷൻ, ഫോറസ്റ്റ് വകുപ്പിന് യാതൊരു അനുമതിയുമില്ല. ഫോറസ്റ്റ് വകുപ്പ് പോലീസ് വകുപ്പിൻ്റെ B ടീമും അല്ല. പോലീസ് വകുപ്പ് ഫോറസ്റ്റ് വകുപ്പിൻ്റെ B ടീമും അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡെഡ് ബോഡി കണ്ടാൽ ഈ IG വന്ന് ഇൻക്വസ്റ്റ് നടത്തുമെന്ന് എനിക്കറിയില്ല. ഏതായാലും കേരള പോലീസിലെ ഏതെങ്കിലും ഒരു IGക്ക് ഇൻക്വസ്റ്റ് നടത്താൻ അറിയാമെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല ഞാൻ. അവരാരെങ്കിലും ഇൻക്വസ്റ്റ് നടത്തിയായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. എന്തായാലും ശരി, ഇതൊരു നിയമവിരുദ്ധ ഉത്തരവാണ്, ഇത് പുനഃപരിശോധിക്കണമെന്ന് കാണിച്ച് ഞാൻ അപ്പോൾ തന്നെ ഒരു കത്ത് സംസ്ഥാന പോലീസ് മേധാവി കൊടുത്തു. ഏതായാലും ശരി, പിന്നീടൊരു 3 കൊല്ലത്തേക്ക് ഇതിന് മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും കിട്ടിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങോട്ട് പോകണമെങ്കിൽ ഇപ്പോഴും ഫോറസ്റ്റ് വകുപ്പിൻ്റെ അനുമതി വാങ്ങണമെന്നാണ്, അവരെ അറിയിച്ച് അവരുടെ അനുമതി വാങ്ങിച്ച് പോകണമെന്നാണ് ഈ മഹാൻ കണ്ടെത്തിയത്. ഞാൻ കുറച്ച് ദിവസം ലീവായിരുന്ന സമയത്ത് ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങോട്ട് പോയതുമായി ബന്ധപ്പെട്ടാണ് ഈ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ അവിടെ പോകാതിരിക്കാനായിട്ടൊരു ഉത്തരവ് ഇറക്കാൻ ഇയാൾക്കല്ല ആർക്കും അധികാരമില്ല. കാരണം അത് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ ജൂറിസ്ഡിക്ഷനിൽപ്പെട്ട സ്ഥലമാണ്. ഈ മുല്ലയാറ് പെരിയാർ എന്നീ 2 നദികൾ ചേർന്നാണ് മുല്ലപ്പെരിയാർ ഉണ്ടാകുന്നതെന്നും ആ ഉത്ഭവസ്ഥലത്തേക്കുള്ള മുല്ലക്കുടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലത്തേക്കെങ്ങാണ്ട് ഈ സർക്കിൾ ഇൻസ്പെക്ടർ പോയതുമായി ബന്ധപ്പെട്ടാണ് ഉത്തരവ് ഇറക്കിയത്. സർക്കിൾ ഇൻസ്പെക്ടർക്ക് അന്ന് SHO ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആ ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഏത് ഉദ്യോഗസ്ഥനായിക്കോട്ടെ, സ്വന്തം പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിൽ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ അസാമാന്യമായ തൊലിക്കട്ടിയുള്ള IPSകാർക്കേ കഴിയത്തുള്ളൂ. അത് ആരുടെ താല്പര്യമായാലും ശരി, അത് ഫോറസ്റ്റ് വകുപ്പിൻ്റെ താല്പര്യമായാലും ശരി, തമിഴ്നാടിൻ്റെ താല്പര്യമായാലും ശരി. ഇനി മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനെ പറ്റി പറയാം. മുല്ലപ്പെരിയാറിലെ പോലീസ് സ്റ്റേഷൻ നിലവിൽ വരേണ്ട പ്രത്യേക സാഹചര്യം, കേരള പോലീസ് അവിടെ നൽകിയിരുന്ന ഗാർഡ് അല്ലെങ്കിൽ സുരക്ഷ, ഡാമിന് നൽകിയിരുന്ന സുരക്ഷ പര്യാപ്തമല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ തമിഴ്നാട് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ പ്രത്യേകിച്ചൊരു പോലീസ് സ്റ്റേഷൻ തുടങ്ങുന്നത്. അല്ലാതെ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മറ്റ് കെട്ടിടങ്ങളൊന്നും അവൈലബിളും അല്ല. ഇപ്പോൾ നമ്മുടെ പോലീസ് സിസ്റ്റം കണ്ടെത്തി അതിന് ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ 124 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സ്ട്രെങ്ത്, ഒരു DYSP, 3 സർക്കിൾ ഇൻസ്പെക്ടർമാരും 120 പോലീസുകാരും അടങ്ങുന്ന ഒരു വലിയ സ്ട്രെങ്തിനെ അവിടെ നിയമിച്ചുകൊണ്ട് അതിന് പരിഹാരം, ശക്തമായ പോലീസിംഗ് ആണ് അല്ലെങ്കിൽ പര്യാപ്തമായ അല്ലെങ്കിൽ നല്ല സുരക്ഷ ഏർപ്പെടുത്തുന്നു സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവിടെ ഈ പോലീസ് സ്റ്റേഷനായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ മാത്രമേ കെട്ടിടമുള്ളൂ. ആകെപ്പാടെ ഒരു കെട്ടിടമുള്ളത് ഫോറസ്റ്റ് വകുപ്പിനാണ്. ആ ഫോറസ്റ്റ് വകുപ്പിൻ്റെ കെട്ടിടം എന്ന് പറയുന്നത് ഒരു 2 മുറി കെട്ടിടം. അത് ഈ വനത്തിനകത്തുള്ള ഫോറസ്റ്റിൻ്റെ ഈ വാച്ചർമാരൊക്കെ തങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുറി ആ കെട്ടിട നമ്പർ എടുത്താണ് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. ആ ഫോറസ്റ്റ് വകുപ്പിൻ്റെ അനുമതി തന്നെ ഇക്കാര്യത്തിൽ വാങ്ങിയിട്ടില്ലെന്നാണ് അവരിൽ ബന്ധപ്പെട്ട പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവർ ഈ മുറി തിരികെ ആവശ്യപ്പെടണമെന്ന് പല മീറ്റിങ്ങുകളിലും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ഈ മുറിയുടെ ശോചനീയാവസ്ഥയൊന്നും പറയാതിരിക്കാൻ വയ്യ. മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ ദയനീയാവസ്ഥയാണ്. ഒരു പോലീസ് സ്റ്റേഷൻ തുടങ്ങിയതാണ്. മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ ഈ ഒരു മുറി കെട്ടിടത്തിന് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കോൺക്രീറ്റിൻ്റെ പാളികൾ അടന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ആ മുറിക്കകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഡ്യൂട്ടിക്കൊരു ഗാർഡ് പോസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം അത് പോലീസിൻ്റെ തന്നേക്കുന്ന സ്ഥലമാണ്. നാളെ അവർ പൂട്ടിക്കൊണ്ട് പോയാൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അപ്പോൾ അതൊരു നമ്മുടെ ഒരു പോയിൻ്റാക്കി ആ പോയിന്റിൽ ഡ്യൂട്ടിക്ക് പോലീസുകാരെ ഇടാറുണ്ട്. അപ്പോൾ ആ പോലീസുകാർ ഒരിക്കലും അതിനകത്ത് ആ മുറിക്കകത്തിരിക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചാണ് വിടുന്നത്. അവർക്ക് പുറത്ത് കസേര സൗകര്യം ചെയ്തു കൊടുത്താണ്. കാരണം അകത്ത് ഏത് സമയത്തും കോൺക്രീറ്റ് അടന്ന് വീഴാം. ഇനി ആ മുറിയുടെ മുകളിലോട്ട് നമ്മൾ നോക്കിയാൽ തെളിയാത്ത ഒരു കമ്പിയും അവിടെ ഇല്ല. മൊത്ത കമ്പികളും തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഈ കെട്ടിട നിർമ്മാണത്തിലുള്ള അഴിമതിയാണ് അതിൽ നമ്മൾ വെളിവാകുന്നത്. ഈ ഫോറസ്റ്റിനകത്ത് എന്ത് നടക്കുന്നതെന്ന് നമ്മുടെ വിജിലൻസ് സിസ്റ്റത്തിന് അറിയില്ല. വലിയ അഴിമതിയുള്ളൊരു വകുപ്പാണ് ഈ ഫോറസ്റ്റ് വകുപ്പ്. നമ്മൾ ഈ ജനറലായിട്ട് പറയുന്നു എന്ന് ആരും കരുതണ്ട. ഈ IPS ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വാഗമണ്ണ്, തേക്കടി, അതുപോലെ തന്നെ മൂന്നാർ, ഈ സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ IAS IPS പ്രത്യേകിച്ച് IPS ഉദ്യോഗസ്ഥർക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ടവർക്ക് വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു ജോലിയാണ് പ്രധാനമായിട്ടും നമ്മുടെ IPS ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി. ജില്ലാ പോലീസ് മേധാവിമാരായിട്ട് അവിടെ വരുന്നവരുടെ ഒരു പ്രധാന ജോലിയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി മാത്രമൊന്നും അല്ല, പല DYSPമാരുടെയും പ്രധാന ജോലി ഇതാണ്. ഇവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക. SHOമാരുടെയും ജോലി ഇത് തന്നെയാണ്. ഈ ഞാനീ പറഞ്ഞ മുല്ലക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ പ്രത്യേക സുരക്ഷാ മേഖലയിൽ ആർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല. അവിടെ പോകാവുന്ന വകുപ്പെന്ന് പറഞ്ഞാൽ പോലീസും ഫോറസ്റ്റ് വകുപ്പും മാത്രമേ ഉള്ളൂ. ഈ പ്രത്യേക സുരക്ഷാ മേഖലയായ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ 4 വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അവർ ഔദ്യോഗിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതിൽ ഓതറൈസ്ഡ് എൻട്രി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിലും വ്യക്തത ഇല്ല. ഈ ഓതറൈസ്ഡ് എൻട്രി എന്താണ്? തമിഴ്നാടിൻ്റെയും പോലീസ് കേരളത്തിൻ്റെയൊക്കെ ഈ 4 വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ താത്കാലിക നിയമനങ്ങളുണ്ട് അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഈ പറയുന്ന ഡാമിൽ അവരെ ഈ പുല്ല് വെട്ടാനും പോച്ച ചെത്താനും ഡാം ക്ലിയർ ചെയ്യാനും പെയിൻ്റ് അടിക്കാനും ഒക്കെ വരുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ വരുന്നതിന് ഈ ഓതറൈസ്ഡ് എൻട്രി എന്ന് പറയുന്നത് സ്ഥിരം ഒഴികെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ നിയമിച്ച ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഓതറൈസ്ഡ് എൻട്രി ആവത്തുള്ളൂ. ഇക്കാര്യം കാണിച്ച് ഞാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു കത്ത് കൊടുത്തു. ഇങ്ങനെ ഓതറൈസ്ഡ് എൻട്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓതറൈസ്ഡ് എൻട്രി ആയിട്ട് ഈ പറയുന്ന ഡാമിലേക്ക് തമിഴ്നാട്ടിലെ ബോട്ടിൽ വരുന്ന ആളുകളെ അവരെ നിയമിച്ച അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെ കോപ്പി പോലീസിന് നൽകാത്ത സാഹചര്യത്തിൽ അത് ഒരു ഓതറൈസ്ഡ് എൻട്രി ആയിട്ട് പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അക്കാര്യത്തിൽ വ്യക്തത വരുത്തി തരണമെന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തിട്ട് ഞാനിരുന്ന 3 കൊല്ലം അവരാരും കത്ത് കൊടുത്തതിന് ശേഷം ഞാനവിടെ 3 കൊല്ലത്തിലധികം ഇരുന്നു. ഇതെന്താണെന്ന് അല്ലെങ്കിൽ ഇത് ഈ ഓതറൈസ്ഡ് എൻട്രി എങ്ങനെയാണെന്ന് വ്യക്തത വരുത്തി ഇവർ തന്നിട്ടില്ല. ഇപ്പോൾ തമിഴ്നാട് കരുതിയിരിക്കുന്ന അവരുടെ ബോട്ടിൽ ആരെയും കൊണ്ടുവന്ന് അവിടെ കയറ്റി ഇറക്കി കൊണ്ടുപോകാമെന്നുള്ളതാണ്. ചോദിച്ചാൽ വേണേൽ പറയാം അവരുടെ ജോലിക്കാരോ വല്ലതും ആണെന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞേക്കാം. ഓർഡറിൻ്റെ കോപ്പി ചോദിച്ചാൽ അവർ ഓർഡറിൻ്റെ കോപ്പി ആർക്കും തരത്തില്ല. നിങ്ങൾക്ക് ഓർഡറിൻ്റെ കോപ്പി തരാനായിട്ട് ഞങ്ങളുടെ സംവിധാനം അനുകൂലിക്കുന്നില്ല അല്ലെങ്കിൽ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അവിടെ നിലവിലുള്ളത്. ഞാനിത് പറയാൻ കാരണം ഈ മുല്ലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് പോവുക എന്ന് പറയുന്നത് കേരള പോലീസിലെയും പല IPS ഉദ്യോഗസ്ഥരുടെയും പല IASകാരും പോയിട്ടുണ്ട്. പലരെയും വലിയ ഒരു ഡ്രീം പോലെയാണ്. ജമ്മു കാശ്മീരിലെ ചീഫ് സെക്രട്ടറി വരെ അവിടം വരെ പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ. അദ്ദേഹത്തിന് LTC ആയി ബന്ധപ്പെട്ട് അവിടെ വന്നു. ഈ LTC ആയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടിക്ക് ഇങ്ങനെ മുല്ലക്കുടിയിൽ പോകണം അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ പോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവിടെ ഒരു സിസ്റ്റം ഇല്ലെന്നുള്ളതാണ്. ഇത് പ്രത്യേക സുരക്ഷാ മേഖലയാണ്. ഇതങ്ങനെ പോകാവുന്ന മേഖലയല്ല. LTC എടുത്തിട്ടുള്ളത് താങ്കൾക്ക് ഈ പറയുന്ന നിയന്ത്രണങ്ങളില്ലാത്ത ഏതൊരാൾക്കും പോകാവുന്ന സ്ഥലങ്ങളിൽ പോകാനുള്ള സ്ഥലമാണ്. അതല്ലാതെ
പ്രത്യേക സുരക്ഷാ മേഖലയിൽ പോകാനല്ല LTC എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ സംസ്ഥാനത്ത് ആരും ഇല്ല എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവിയെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഈ ഫോറസ്റ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിക്കുന്നു. ഫോറസ്റ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പോലീസിൻ്റെ ബോട്ട് ഇക്കാര്യത്തിൽ ഞാൻ ആർക്കും എൻ്റെ പീരീഡിൽ കൊടുത്തിട്ടില്ല. എനിക്ക് മുമ്പും പിൻപും കൊടുത്തിട്ടുണ്ടാവാം. ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഓർഡർ വാങ്ങിയേ കൊടുത്തിട്ടുള്ളൂ. ഒരു ഉദ്യോഗസ്ഥയ്ക്കേ കൊടുത്തിട്ടുള്ളൂ. അവർ റിട്ടേൺ ഓർഡർ വാങ്ങിയാണ്. എസ് പിയോടെ ഞാൻ പറഞ്ഞു റിട്ടേൺ ഓർഡർ ഇല്ലെങ്കിൽ ഞാൻ അയക്കില്ല എന്ന് പറഞ്ഞു. SP കറുപ്പസ്വാമി എനിക്ക് റിട്ടേൺ ഓർഡർ തന്നത് വനിതാ DGPക്ക് വേണ്ടിയായിരുന്നു. കേരളത്തിലെ ഒരു ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള വനിതാ DGPക്ക് മുല്ലപ്പെരിയാർ പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം നിർബന്ധിച്ചു പുള്ളി. ഞാൻ പറഞ്ഞത് സാർ ഓർഡർ തരാൻ പറഞ്ഞു. ഓർഡർ തരാമെങ്കിൽ അനുവദിക്കാം, അല്ലാതെ ഈ ബോട്ടിൻ്റെ ഡയറി ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അന്ന് SP ഉത്തരവ് വന്നത്. പിന്നീട് വന്ന SPയും ഇപ്പോഴത്തെ കൊല്ലം റൂറൽ SPയും ഒരു DGPയെ അവിടെ പോകാനായിട്ട് ചില ശ്രമങ്ങൾ നടത്തി. ഞാൻ പറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് എടുത്തു. എന്തായാലും പുള്ളി അതിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ ഇവരാഗ്രഹിക്കുന്ന ആളുകളെ ഈ മുല്ലപ്പെരിയാറും ഞാൻ ഈ പറഞ്ഞ മുല്ലക്കുടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിക്കുന്ന ജോലി ആണ് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ ജോലിയാണെങ്കിൽ അവിടെ 3000-ലധികം CD ഫയൽ കാണാതെ വരില്ല. ഒരു ജില്ലയിൽ 3000-ലധികം CD ഫയൽ കാണാതിരിക്കുകയും പോലീസുകാരെല്ലാം ക്യാൻറ്റീനിലും സൊസൈറ്റിയിലും ജോലിയൊക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജോലി തന്നെ ഇതാണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. ഈ മുല്ലപ്പെരിയാറിൽ ഈ 124 പോലീസ് ഉണ്ടെങ്കിലും അവിടെ യാതൊരു ജോലിയില്ല. ഒരു വർഷത്തിൽ ഒരു കേസെങ്ങാനാണ് എടുക്കുന്നത്. ഇനി കേസ് എടുക്കുന്നതിനോട് ഈ സിസ്റ്റത്തിന് യോജിപ്പില്ല. അവിടെ ആദ്യമായിട്ടൊരു കേസ് എടുക്കുന്നത് എൻ്റെ പീരീഡിലാണ്. കാരണം ഒരു പോലീസ് സ്റ്റേഷനായിട്ട് നോട്ടിഫൈ ചെയ്ത ഒരു സ്ഥലത്ത് ഒരു ഒഫൻസ് നടന്നാൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടത് ആ പോലീസ് സ്റ്റേഷനിലാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അവിടെ പിന്നീട് എൻ്റെ സമയത്ത് നടന്ന സംഭവങ്ങൾക്ക് കേസെടുത്തിട്ടുണ്ട്. അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കറുപ്പസ്വാമി എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് കേസെടുക്കാൻ പോയത്, അവിടെ കേസൊന്നും എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ്. പിന്നെ എന്തിനാണ് നോട്ടിഫൈ ചെയ്തതെന്ന് പുള്ളി CRPC വായിച്ചിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഒരു മറുപടി പുള്ളിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ 124 പോലീസുകാർക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കത്ത് എഴുതി കൊടുത്തു. 40 പോലീസുകാരുടെ ആവശ്യമുള്ളൂ. മാത്രമല്ല ഈ 40 പോലീസുകാരിൽ 30 പോലീസുകാരുടെ പഴയ ഗാർഡ് സ്ട്രെങ്തിൻ്റെ പൈസ മാത്രമേ തമിഴ്നാട് കേരള ഗവൺമെൻറ്റും നൽകുന്നുള്ളൂ. അല്ല 124 പോലൊരു സ്ട്രെങ്ത് ആക്കിയിട്ട് തമിഴ്നാട്ടിൽ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അവർ 30ൻ്റെ സ്ട്രെങ്തിൻ്റെ പൈസ മാത്രമേ അവർ തരുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് തന്നിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും പൈസ അവർ ലഭ്യമാക്കിയിട്ടുള്ളൂ. മാത്രമല്ല അവിടെ ആകപ്പാടെ 8-9 ഗാർഡ് പോയിൻ്റേ ഉള്ളൂ. 124 പോലീസുകാരുടെ ഒരാവശ്യവുമില്ല. അതിൽ ഒരു ഗാർഡ് പോയിൻറ്റിങ് കുമിളിയിലാണ്, ഷട്ടർ ഗാർഡെന്നാണ് അതിനറിയപ്പെടുന്നത്. ഇപ്പോൾ ഏതായാലും ഈ 8 പോയിന്റിലേക്ക് 124 പോലീസിൻ്റെ ആവശ്യമില്ല. സമാനമായിട്ട് അത് പഠിക്കാനൊരു സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു SP വന്നു. പുള്ളിക്ക് പോലീസിൻ്റെ ABCD അറിയാവുന്ന ഒരാളൊന്നുമല്ല. പുള്ളിക്ക് അറിയാവുന്നത് വേറെ ചില ജോലികളാണ്. പോലീസിൽ പ്രൊമോട്ടഡ് ആയി വരുന്ന ആളുകൾക്ക് നമ്മൾ ധരിക്കും ജോലികളൊക്കെ അറിയാവുന്നു. പക്ഷേ പുള്ളി ഏതെങ്കിലും ഒരു കേസ് അന്വേഷിച്ച ചരിത്രമൊന്നും പുള്ളിക്കില്ല. ഈ മണി അടിച്ചതിനകത്ത് കഴിഞ്ഞുകൂടാവുന്നൊരു ഉദ്യോഗസ്ഥനായി ഇത് പഠിക്കാൻ വന്നു. പുള്ളി എന്ത് എഴുതി കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. 124 സ്ട്രെങ്ത് അവിടെ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ IGക്ക് DIG അതുപോലെ SPക്കും കത്ത് കൊടുത്തു. ഇവിടെ 60-ലധികം പോലീസുകാരെ ഒരു കാരണവശാലും പോസ്റ്റ് ചെയ്ത് അവർക്ക് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ തങ്ങാനായിട്ട് സ്ഥലമില്ല. കാരണം ഈ 84 ഇത്രയും ഉയർന്ന അല്ലെങ്കിൽ ഇത്രയും പോസ്റ്റുകൾ അധികമായിട്ട് അവിടെ വിന്യസിച്ച് ഈ പൊതുഖജനാവിനെ കൊള്ളയടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം അവിടെ കാര്യമായിട്ട് വർഷത്തിൽ ഒരു കേസ് അല്ലെ 2 കേസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്ത കാലഘട്ടം ഉണ്ടായിട്ടില്ല. മാത്രമല്ല റിപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഒരു കേസ് അവിടെ തന്നെ അന്വേഷിക്കാനുള്ള ഞാൻ അന്വേഷിക്കുന്നതിനോട് ഇവർക്ക് യോജിപ്പുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാടായിരിക്കും എതിർകക്ഷിയായിട്ട് വരുന്നത്. ഇവർ തന്നെ അത് പെട്ടെന്ന് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിൽ എവിടേക്കെങ്കിലും മാറ്റിക്കൊണ്ടുപോകും. കാരണം ശരിയായ അന്വേഷണം നമ്മുടെ സിസ്റ്റം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ശരി, ഞാനീ പറഞ്ഞ ഈ നിയമവിരുദ്ധ യാത്ര ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ഈ ബോട്ടുകളിൽ നടക്കുന്നത്. നമ്മൾ ഫോറസ്റ്റിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന ഫോറസ്റ്റ് വകുപ്പിൻ്റെ 2 ബോട്ടുകളുണ്ട്. ആ 2 ബോട്ടുകൾ ഒഴികെ എനിക്ക് തോന്നുന്നു അവിടെ അവരുടെ കയ്യിൽ ഏതാണ്ട് 8-9 ബോട്ടുകൾ മൊത്തമുണ്ട്. ബാക്കിയെല്ലാം ചെറിയ ബോട്ടുകളും മീഡിയം സൈസ് ബോട്ടുകളാണ്. ഈ ബോട്ടുകളിലെ വെഹിക്കിൾ ഡയറി പരിശോധിച്ചാൽ അല്ലെ ലോഗ് ബുക്ക് പരിശോധിച്ചാൽ ഈ നിയമവിരുദ്ധ യാത്രകൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാവും.
കാരണം അവിടെയെങ്കിലും കയറി വിജിലൻസുകാരൊന്നും കയറി പരിശോധിച്ചായിട്ട് കേട്ടറിവ് പോലും ഇല്ല. കാരണം ഈ ഉത്തരേന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലുള്ള IPS IAS ഉദ്യോഗസ്ഥർക്ക് കയറി നിരങ്ങാനാണ് ഈ സ്പെഷ്യൽ ഈ പ്രത്യേക സുരക്ഷാ മേഖല എന്നാണ് ഈ ഫോറസ്റ്റ് വകുപ്പ് ധരിച്ചിരിക്കുന്നത്. കാരണം അവരുടെ മേൽക്കോയ്മ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഓർഡർ ഇറക്കാൻ IG-മാർ വരെ ഇവിടെ ഉണ്ട്. കാരണം മുല്ലപ്പെരിയാർ വിളിച്ചാൽ ഞാൻ ഇവർക്കാർക്കും വോട്ട് കൊടുക്കത്തില്ല, എൻ്റെ സമയത്ത് കൊടുക്കില്ല. അപ്പോൾ ഇവർ ഫോറസ്റ്റിനെ, ഈ IPSകാർ ഫോറസ്റ്റിനെ വിളിച്ചാൽ അവരെല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും. അപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് ഇറക്കിയ ഒരു ഉത്തരവാണ്. അങ്ങനെ എന്തായാലും പ്രത്യേക സുരക്ഷാ മേഖലയിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജൂറിസ്ഡിക്ഷനിൽ പോകാൻ ഫോറസ്റ്റ് വകുപ്പിൻ്റെ അനുമതി വേണമെന്ന് കണ്ടെത്തിയ IG-ക്കും അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്ത് അത് മാറ്റണം എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ട് യാതൊരു മറുപടിയും എടുക്കാത്ത, അല്ലെ യാതൊരു നടപടിയും എടുക്കാത്ത പ്രത്യേക സുരക്ഷാ മേഖലയിൽ സിനിമ ഷൂട്ടിങ്ങിന് അനുമതി നൽകിയതുമായ നമ്പർ 1 പോലീസിനായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.